പഴയ 15 കൊല്ലം കഴിഞ്ഞ വണ്ടി കണ്ടം ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് അധികാലം ഉണ്ടാവില്ല. 2-3 കൊല്ലമൊക്കെ ഉണ്ട്. GPS കൊണ്ട് ബുദ്ധിമുട്ടില്ല, സ്പീഡ് കയറിനോട് നമുക്ക് ബുദ്ധിമുട്ട്. അന്നപ്പാണ് പുതിയ പണിക്കാരിപ്പം വരുന്നില്ല. ഇനിയും മുന്നോട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പുതിയ തലമുറ ഈ ജില്ലക്ക് വരില്ല. എൻ്റെ പേര് സത്യം എന്നാണ്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പഠിച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ വലിയ പഠിപ്പിന് പോയില്ല. പിന്നെ അച്ഛൻ എന്നെ വർക്ക്ഷോപ്പ് ഉണ്ടാക്കി. അങ്ങനെ വർക്ക്ഷോപ്പിൽ അച്ഛൻ ഒരു കൊല്ലം വരെ ചിലവിന് വന്നിട്ടാണ് വർക്ക്ഷോപ്പ് പണി പഠിച്ചത്. അങ്ങനെ ഒരു കൊല്ലം 1 മാസം വരെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു കൂലിയൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞാൽ ചോറിന് മാത്രം പൈസ തരും. ഒരു 50 പൈസയാണ് അന്ന് തരിക ചോറിന്. അതെങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 3.5 രൂപ വരെ ആ വർക്ക്ഷോപ്പിൽ തന്നെ ഞാൻ പഠിച്ചു നിന്നു. അത് കഴിഞ്ഞ് വേറെ വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ 5 രൂപയാക്കി ദിവസം. പിന്നെ അങ്ങനെ കുറേ കാലം പല വർക്ക്ഷോപ്പായിട്ട് മാറി നിന്നൊരു 5-8 വർക്ക്ഷോപ്പ് ഞാൻ പണിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരത്തിൽ പണിയെടുത്തു. അവിടെ ആഴ്ചയിൽ 84 രൂപയാണ് കൂലിയിൽ. അതും കഴിഞ്ഞിട്ട് വിട്ടിട്ടാണ് ഞാൻ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഇത് 10-32 കൊല്ലം വരെ ഇവിടെ വർക്ക്ഷോപ്പ് നടത്താൻ. ഞാൻ വർക്ക്ഷോപ്പ് ഫീൽഡിൽ വന്നത് 68 വർക്ക്ഷോപ്പിൽ പണി പഠിക്കാൻ പോകുന്നത്. അതിലൊരു 2-3 കൊല്ലം എന്ന് വെച്ചാൽ വണ്ടിയിൽ ക്ലീനറായിട്ട് പോയി. വർക്ക്ഷോപ്പിൽ നിന്ന് ഒഴിവായിട്ട് അച്ഛനന്ന് ഒരു ബസ്സുണ്ട്. എന്നാൽ അച്ഛന് പിന്നെ തൊഴിലാളിയാകുമ്പോൾ കുറച്ച് വണ്ടിയിൽ ക്ലീനറായിട്ട് ഞാൻ പോകും. അത് കഴിഞ്ഞാൽ പിന്നെയും വർക്ക്ഷോപ്പിൽ തന്നെ പോകും. അത് വണ്ടി വർക്ക്ഷോപ്പിൽ ഒരു റേക്കിന് നിർത്തിയാൽ പറ്റില്ല. അച്ഛൻ പറഞ്ഞ് ഈ വർക്ക്ഷോപ്പിൽ തന്നെ നിന്ന് ഞാൻ പോയിക്കൊണ്ടെന്ന് അറിയാം. അച്ഛൻ തന്നെ വർക്ക്ഷോപ്പ് പണി പഠിക്കാൻ അത്ര ഇഷ്ടമായത് കൊണ്ടാണ് ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് വിട്ട് വേറെ വർക്ക്ഷോപ്പ് പോകും. അവിടുന്ന് പിന്നെ വേറെ പണി പഠിക്കണമെന്ന് വിചാരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. ജാസി പണിയുള്ള ഇത് അങ്ങനെ ഇഞ്ചിൻ്റെ പണി എടുക്കണം പിടിക്കണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ എല്ലാ പണിയും പഠിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ പഠിച്ച് ഇങ്ങനെ വിളിച്ചു. അന്നത്തെ കാലത്ത് വെച്ചാൽ ഈ ഫാർഗോ വെൻസും ഇതൊക്കെ ഉണ്ട്. പഴയ മോഡൽ വെൻസ്, ഫാർഗോ, പോള്, റബ്ബർലെറ്റ് ഒക്കെയാണ് എൻ്റെ പണിയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പഴയ വണ്ടിക്ക് ഫാർഗോ വണ്ടിയൊക്കെ പണിയെടുക്കാൻ എനിക്ക് വലിയ പേടി. അതെന്ന് വെച്ചാൽ കുറേ കഷ്ടപ്പാടുണ്ടെങ്കിലും കൂടി എടുക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തത്. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മോഡൽ കൂടിയ പണി ഓരോന്നിങ്ങനെ പഠിക്കണം എന്നുള്ളതിലായിട്ട് ഇങ്ങനെ പണി പഠിച്ച് പോകുന്നതാണ്. ആ വണ്ടി ഇത്രയും പണ്ടത്തെ കാലത്ത് പണിയെടുക്കാനാണെങ്കിൽ ഇത്രയും ഓയിലിൽ കുളിച്ചിട്ട് വേണം പണിയെടുക്കാൻ. പൈസയാണെങ്കിൽ അങ്ങനെയൊന്നും കിട്ടില്ല. മുതലാളിമാരെന്തെങ്കിലും എപ്പോഴും ചായ അടിച്ച് വരും. അങ്ങനെയുള്ളത് ഉണ്ടാവുള്ളൂ. അന്നത്തെ വണ്ടി വെച്ചാൽ നല്ല ഉറപ്പ് കൂടിയത് തന്നെയാണ്. പഴയ വണ്ടിയാണെങ്കിലും നല്ല കയറ്റം വലിക്കാനൊക്കെ പതുക്കെ പോവുകയാണെങ്കിലും നല്ല ഉറപ്പുള്ളത് തന്നെയല്ല. വലിയ കാറ് എപ്പോഴും വരില്ല. ഇപ്പോഴത്തെ വണ്ടി അത്ര വണ്ടിയിലും പോരാന്നാണ് തോന്നുന്നത്. ആ കാലത്ത് ഓടുന്നതിൽ ഇപ്പം വരുന്ന വണ്ടിയൊക്കെ സെൻസർ വണ്ടി മറ്റേതൊക്കെ വന്നതിനെ നമുക്ക് പണിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പം 15 കൊല്ലം ആക്കുന്നുണ്ടെന്ന് പറയും. 15 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി പൊളിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊളിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ വണ്ടി അപ്പോൾ നിർത്തേണ്ടി വരും. ഇനി പുതിയ മോഡൽ വണ്ടീൻ്റെ പണിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അന്നത്തെ വണ്ടി വെച്ചാൽ വെൻസ് വണ്ടിയാണ് ഞാൻ പണിയെടുക്കാനാണ് അത്രയും നല്ല സൗകര്യമുള്ള വണ്ടി. നല്ല പഴയ മോഡൽ വെൻസ് നല്ല പണിയാണ്. അത് പുതിയതായിട്ട് വന്നിട്ടും കുറേ കാലം വരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണൊക്കെ മാറി പഴയ വ്യത്യാസങ്ങൾ വന്നു. അന്നത്തെ സ്പീഡ് കാരനൊന്നും ആയിട്ടില്ല. വേറെ ഒന്നും അങ്ങനത്തെ യാതൊരു ഇത് ഉണ്ടായില്ല. സ്പീഡ് കാരനില്ല, GPS ഇല്ല, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴാണ് സ്പീഡ് കാരനാണ്, GPS വേണം. GPS ഒക്കെ നമുക്ക് GPS കൊണ്ട് ബുദ്ധിമുട്ടില്ല. സ്പീഡ് കാരനോട് നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ വണ്ടി പോയി സ്പീഡ് ഡീസൽ കിട്ടാതെ നിൽക്കും. സ്പീഡ് കാരന് കഴിച്ച് ഒഴിവാക്കേണ്ടി വരും. വണ്ടി പിന്നെയും ഓട്ടി വർക്ക്ഷോപ്പിൽ എത്തിക്കേണ്ടി വന്നാൽ അത് കുറച്ചിട്ട് പിന്നെയും സ്പീഡുകാരൻ്റെ ആളെ വിളിച്ചിട്ട് ശരിയാക്കിക്കേണ്ടി വരും. ആ സ്പീഡുകാരനുള്ളത് ഇത് ഡീസൽ കിട്ടാതെ വരും, മിസ്സിങ് ആയിട്ട് വരും. ബൈക്ക് ലൈനിൽ കിടന്നാൽ നമ്മൾ പോകേണ്ടി വരും. ഒഴിവാന്നാലും പണിയെടുത്താൽ ചില സമയത്ത് സ്പീഡുകാരന് ഒഴിവാക്കി ഇടേണ്ടി വരും. പഴയ കൺസേൺ തന്നെ കൊടുക്കേണ്ടി വരും. ലായലിനും ബെൻസും പണിയെടുക്കാൻ എളുപ്പമുള്ള വണ്ടിയാണ്. ലായലിൻ്റെയാണ് ഇഷ്ടം. ലായലിൻ്റെ പണി എല്ലാം കറക്റ്റ് പ്രകാരം എടുക്കുകയാണെങ്കിൽ കുറേ കാലം അതിൻ്റെ മുകളിലേക്ക് പിന്നെ നോക്കേണ്ട ആവശ്യം വരില്ല. നല്ല കണ്ടീഷൻ സാധനം പണിയെടുക്കുകയാണെങ്കിൽ ബെനസ് അതെല്ലാം ഇന്ന് എടുക്കുകയാണെങ്കിൽ നാളെ അതിന് തന്നെ കംപ്ലൈൻറ്റ് വരും.
ടാറ്റയിലെ ഏറ്റവും നല്ല എഞ്ചിനീയർ അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായം? ടാറ്റയിൽ വെച്ചാൽ ടർബോ എഞ്ചിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജും ഇതൊക്കെ കിട്ടുന്നതിലുള്ളത്. പഴയ മോഡൽ ഏറ്റവും മൈലേജ് വലിയ കുറവുണ്ടാവും. ഇപ്പോൾ ടർബോ വന്നേരം കുറേ കൂടി ലാൻഡ് എഞ്ചിൻ തന്നെയാണ്. ലാൻഡ് എഞ്ചിൻ വളരെ ഈട് നിൽക്കും. കാരണം കടും പണി കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ടാറ്റൊക്കെ എത്ര എടുത്താലും എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും വന്നിട്ടുണ്ട്. നമ്മൾ കെട്ടിയ ബോഡിയാണെങ്കിൽ നമുക്ക് പിന്നെയും പണിയെടുക്കാൻ ഒരു സൗകര്യം ഉണ്ടാവും. കമ്പനി ബോഡിയാണെങ്കിൽ തവിട് അടിക്കുന്നതെന്ന് വെച്ചാൽ ജോയിൻറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. കമ്പനി ബോഡി പെട്ടെന്ന് പണി എടുത്ത് കിട്ടുന്നു. അല്ലാതെ ചിലവ് നോക്കുന്ന സമയത്ത് നമ്മൾ നാട് ബോഡി തന്നെയാണ്. പുതിയ വണ്ടി ബോഡിയുടെ രണ്ട് വാങ്ങുക എന്തായാലും പുതിയ വണ്ടി ബസ്സിന് വരും. ഞാൻ ചില അച്ഛന്മാര് MRS പണിയെടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ വർഷാപ്പിൽ അച്ഛന് പോകുന്ന സമയത്ത് അടുത്ത് വർഷാപ്പിൽ ലീവുള്ള സമയത്ത് അച്ഛൻ്റെ കൂടെ പോകും. അവിടെ പൂജ നടത്തുന്ന സമയത്ത് വർഷാപ്പിൽ പോകലുണ്ട്. അങ്ങനെ വണ്ടിയായിട്ട് വലിയ ഇഷ്ടമായി. അങ്ങനെയാണ് അച്ഛൻ വർഷാപ്പ് പോകാമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ സ്കൂൾ പഠിത്തം നിർത്തി. ഞാൻ സ്കൂൾ പോകുന്ന പറഞ്ഞ സമയത്ത് അച്ഛൻ പറഞ്ഞ് വർഷാപ്പൊക്കെ ഉണ്ടാക്കി തരാം. അങ്ങനെയാണ് ഞാൻ വർഷാപ്പ് പോയത്. പണിയെടുക്കാൻ അന്നും വലിയ വണ്ടിയിലൂടെ എനിക്ക് ചെറിയ വണ്ടിയിൽ അത്ര ഇതൊന്നുമില്ല. പണി കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിലവിന് എന്തെങ്കിലും പൈസ കിട്ടണം, പിന്നെയും പണി പഠിക്കണം എന്നുള്ളത് കഴിഞ്ഞാൽ ഒരു കൊല്ലം ഒരു മാസം കഴിഞ്ഞാൽ വർഷാപ്പിന് ചിലവിന് തന്നെ പൈസ കിട്ടുക. അതന്നെ ഒരു വിഷുവിൻ്റെ സമയത്ത് വർഷാപ്പിൽ 3-4 ആൾ ലീവാക്കി കഴിഞ്ഞു വിഷു കഴിഞ്ഞ് വരുന്നപ്പോൾ. കാരണം വർഷാപ്പിൽ വണ്ടി കുറേ ഉണ്ട്. അച്ഛൻ വെച്ചാൽ ഒരു ഹോട്ടലിൽ പറ്റാക്കി തന്നെ ചിലവിന് വേണ്ടിയിട്ട്. അവിടെ പോയി വരുമ്പോഴേക്ക് കുറേ നേരം വീഴും. അതിനപ്പം വെച്ചാൽ ഇവിടെ തന്നെ ചോടുന്ന് വാന്ന് അറിഞ്ഞിട്ട് അന്ന് 50 പൈസ എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ദിവസം 50 പൈസ വേണ്ടി വരും. പഴയ വണ്ടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ മോഡൽ വണ്ടിക്ക് പണിയെടുക്കാൻ കഴിയില്ല. കമ്പനി തന്നെ സർവീസിനൊക്കെ കൊണ്ടുപോയി വരുന്നതാണ്. അതുകൊണ്ട് പഴയ വണ്ടി ഉണ്ടെങ്കിലേ നമുക്ക് പണിയെടുത്ത് എന്തെങ്കിലുമായിട്ട് ഒരു 5 കൊല്ലം കൂടി കിട്ടണമെങ്കിൽ പഴയ വണ്ടി തന്നെ വേണം. ഇല്ലാതെ പുതിയ വണ്ടീൻ്റെ പണി പഠിച്ചിട്ട് ഇപ്പോൾ അതെടുത്ത് കഴിച്ചിലാവില്ല. സെൻസർ കൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ട്. എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം, അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് വയറായിരിക്കും. ആ വയർ കംപ്ലീറ്റ് കഴിക്കണം. ആ വയർ കംപ്ലീറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയാണ് കണ്ട കൊടുക്കുക, എന്താ കണ്ട കൊടുക്കുകയെന്ന് അറിയാം. എല്ലാ പോയിൻറ്റിലും കണ്ടത്. വാട്ടർ പമ്പിലുണ്ട്, റെഡിയിലേക്ക് വരുന്നുണ്ട്, എഡ്ജിലേക്ക് വരുന്നുണ്ട്, നോസിലേക്ക് വരുന്നുണ്ട്, ക്ലച്ചിലേക്ക് വരുന്നുണ്ട്, ഗിയർ ബസ്സിൽ വരുന്നുണ്ട്, പമ്പിൽ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പീസ് പോയാൽ സ്റ്റാർട്ടാവില്ല. ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ലാപ്ടോപ്പും മറ്റേതൊക്കെ കൊണ്ട് നടക്കണം. വണ്ടി പണ്ടത്തെ വണ്ടി എന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും സ്റ്റാർട്ടാകാതെ നിങ്ങൾ ഇന്ന കംപ്ലൈൻറ്റാണ് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റും. ഇപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ടാകാതെ നിൽക്കണം എന്താണെന്നുള്ള കംപ്ലൈൻറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റും. പണ്ടത്തേതാണെങ്കിൽ ചൂടായിട്ടാണ് നിന്ന് വെച്ചാൽ പിച്ചം പിടിച്ചതാണ്, അല്ലെങ്കിൽ എഡ്ജ് താറാണ്, അല്ലെങ്കിൽ പമ്പ് താറാണ്, അല്ലെങ്കിൽ ക്ലച്ചുകൊണ്ട് ആണ് താറ്, അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ പല്ല് പൊട്ടിയിട്ടാണ് വണ്ടി. ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പോഴത്തൊക്കെ വലിയ ഹെവിയ ഗിയർ ബോക്സും മറ്റൊക്കെ വരുന്നത് കൊണ്ട് ഏതാ ഗിയർ താറ്, എന്താ ഹൗസിങ്ങാണോ ജോയിൻ്റാണോ ഗിയർ ബോക്സാണോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. കൂടുതലായിട്ട് ഈ പമ്പിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഒക്കെ താറായിട്ടുണ്ട്. ക്ലച്ച് താറ് ഇതിൽ പോകുക, ക്ലച്ച് താറായിട്ടാണ് അധികം ഉണ്ടാകുക, അല്ലെങ്കിൽ പമ്പിൻ്റെ താറായിട്ട്. ഗിയർ ബോക്സൊക്കെയാണ് എങ്ങനെയെങ്കിലും ഓട്ടിയിട്ട് ഇവിടെ എത്തിക്കുന്നത്. വേറെ ഗിയറിലിട്ട് പോരാ. ക്ലച്ച് കാറാണെങ്കിലും അവിടെ നിന്ന് പോകും, പിന്നെ അങ്ങോട്ട് പോരാൻ കഴിയും. ഏത് വണ്ടി പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഓയിൽ നോക്കണം, വെള്ളം നോക്കണം, ടയർ നോക്കുക, അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് പോയി നോക്കുക. ജോയിൻറ്റ് ബോൾട്ടോ വേറെ എന്തെങ്കിലും ഗിയർ ബോക്സിൻ്റെ ബോൾട്ടോ ലൂസായിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതൊന്നും നോക്കാൻ ആൾ ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ക്ലീനർമാരുണ്ടായിരുന്നു. ഇപ്പം ക്ലീനർമാർ കൂടി വണ്ടിയില്ലാത്ത ഇതായിരുന്നു. ക്ലീനർമാരെ വെച്ചാൽ ഡ്രൈവർമാർക്ക് കണ്ടക്ടർമാർക്ക് വർക്ക് കൂടി കഴിയൂല. പണ്ടാണെങ്കിൽ 3 ആളുണ്ടാവും ഒരു വണ്ടിയിൽ. ഇപ്പം വെറും 2 ആൾ തന്നെ ഉണ്ടാവുള്ളൂ. ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. ലോറിയിലാണ് ഡ്രൈവർ മാത്രം സ്വന്തം അപ്പോൾ അധികം പോകുന്നത് ക്ലീനർ വെക്കാൻ. ഇപ്പോൾ വെച്ചാൽ വർഷാപ്പ് എത്രയോ കുറവാണ്. കഴിഞ്ഞ വർഷാപ്പിലുള്ള പണിക്കാരൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് വണ്ടി എവിടെയാണ് ആട്ടാന്ന് വെച്ചാൽ അവിടെ പോയി പണി എടുത്ത് കൊടുക്കുക. ഷെഡിൻ്റെ വാടക കൊടുക്കാൻ കഴിയില്ല. മാസം കറണ്ടിൻ്റെ വാടക വില കൂടി കൊടുത്താൽ പണിക്ക് വേണ്ടി ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മോശം എന്ന് വെച്ചാൽ പണി അത്രയും കിട്ടിയെങ്കിലേ കഴിച്ചിലാവുള്ളൂ. ഇല്ലെങ്കിലും മോശം തന്നെയാണ്, പണിയിൽ കുറവാണ്. ചില സമയത്ത് പണി വരുമ്പോൾ എല്ലാം കൂടി ഒന്നായിട്ട് വരും. അന്നപ്പാണ് പുതിയ പണിക്കാരിപ്പോൾ വരുന്നില്ല. വർഷാപ്പ് പണിക്ക് ആരും പുതിയ ആൾ വരിക. മറ്റ് സ്കൂൾ വിടുമ്പോഴേക്ക് വർഷാപ്പിലേക്കാണ് പോവുക. വർഷാപ്പ് പണിയും ചോദിച്ചപ്പോൾ ഇപ്പോൾ വർഷാപ്പിലേക്ക് പഠിക്കാൻ ആരും വരുന്നില്ല. പഴയ പണിക്കാരുള്ള കൊണ്ട് ഒപ്പിച്ച് നടത്തുക.
തലമുറ ഇനി ഫീൽഡ് ഇനി മുന്നോട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഞാൻ വന്നാൽ മറ്റൊരു പ്രായം ചെന്നൊരു വണ്ടിയിൽ മുതലാളി പറയും, നിങ്ങളുടെ മക്കളെ എൻ്റെ മോളെ മോൻ വന്നിനി കൂടെ, അല്ല മോനെയൊന്നും ഭർത്താവിലേക്ക് കൊണ്ടുവരരുത് ഇട്ടത്, മോനൊന്നും ഇനി ഇത് പഠിച്ചിട്ട് മുന്നോട്ട് പോകില്ല, അവൻ എന്തെങ്കിലും നല്ല പണിക്ക് ആക്കുക എന്നല്ലാതെ ഭർത്താവ് പണി നീ പഠിപ്പിക്കേണ്ടത്, ഇത് പഠിച്ചാൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സെൻസർ ഇതൊന്നും പഠിച്ചിട്ട് പണിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. പണ്ടത്തെ പണിയാണെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞ് ദിവസം എന്തെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും എടുത്ത് പോകുന്നു. ഇത് വെച്ചാൽ ഒരു പണി എടുത്താൽ വെച്ചാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എടുത്താലും ഒന്നും തന്നെ തീരുന്നില്ല. സ്കൂള് വിട്ടാൽ വർക്ക്ഷോപ്പിലേക്ക് പോരും. നമ്മളെ പെങ്ങളെ മക്കളൊക്കെ രണ്ടാളട്ടോ സ്കൂളിൽ വിട്ടാൽ അന്നപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. 2 മാസമൊക്കെ ഉണ്ടെങ്കിൽ 2 മാസം വന്ന് ഇവിടെ പണി പഠിക്കണമെന്നുള്ളൊരു ഇൻട്രസ്റ്റായിട്ട് പോലും വരുന്നില്ല. വർഷമാണ് പുതിയ തലമുറ ഈ ജില്ലക്ക് വരില്ല ഒരിക്കലും. ഇത് വെച്ചാൽ പഴയ 15 കൊല്ലം കഴിഞ്ഞ വണ്ടി കണ്ടം ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് അധികാലം ഉണ്ടാവില്ല. 2-3 കൊല്ലമൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് കമ്പനി തന്നെ കമ്പനി വണ്ടി ഇറക്കുക, കമ്പനി തന്നെ പണി എടുക്കുക, ഇത് പുറത്ത് കൊടുക്കുക എന്നല്ലായിരുന്നു. എന്ത് പണിയുണ്ടെങ്കിൽ കമ്പനി തന്നെ പോകണം, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ആളെ കൂട്ടിക്കൊണ്ടത് പണിയെടുക്കണം, അല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് പണിയെടുത്തിട്ട് പോകുന്നത്. പുക കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇതാക്കുന്നത്. പറഞ്ഞിട്ട് എന്താക്കി കംപ്ലീറ്റ് ഈ സെൻസറും മറ്റും അതെല്ലാം കൂടി വരുന്നതിനെ കൊണ്ട് കംപ്ലീറ്റ് ആർക്കും പുറമെ പണിയെടുക്കാൻ പറ്റാത്തതില്ല. ഇപ്പോഴത്തെ വെച്ചാൽ ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക് തന്നെ വണ്ടി പഴയ വണ്ടി പോലെ ആയിപ്പോയി. 5 കൊല്ലം ആയ ഇതാവും. 5 കൊല്ലം കഴിയുമ്പോഴേക്കും 5 കൊല്ലം ഓടുമ്പോഴേക്കല്ലേ ആയിച്ചാൽ ഏറ്റവും പണിയെടുക്കുകയാണെങ്കിൽ പഴയതൊന്നും എടുത്തിട്ട് പഴയ വണ്ടിക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ സാധനമൊക്കെ മേടിച്ചിട്ട് പണിയെടുക്കുന്നു. ഇപ്പോഴത്തെ വണ്ടിക്ക് വെച്ചാൽ പഴയ സാധനം മേടിച്ചിട്ടൊന്നും പണിയെടുക്കുന്നില്ല. 5 കൊല്ലം കൊണ്ട് ആ പുതിയ സാധനം തന്നെ മേടിച്ചിട്ട് ഇഞ്ചിന് സാറിന് ഇഞ്ചൻ തന്നെ മാറ്റേണ്ടിയിരുന്നു. അത്രയും വലിയ സംഖ്യ കൊടുത്തിട്ട് ഇഞ്ചിന് മാറ്റിയിട്ട് ഈ വണ്ടീൻ്റെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനും കഴിയും. വലിയ ബുദ്ധിമുട്ടാണ്. 5 കൊല്ലം തന്നെ കഴിയുമ്പോഴേക്കും ഇതാവും. ഒരു 10 കൊല്ലം എങ്ങനെ ഓടിയിരിക്കുന്നു വിചാരിക്കാം. മനസ്സ് കണക്കൂട്ടുന്നു. പഴയ വണ്ടി എടുത്തിട്ടാണെങ്കിൽ പണി ഇങ്ങനെ ഇടയ്ക്ക് വരുമെന്ന് അറിഞ്ഞാലും കൊണ്ടിടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഇതുണ്ടാവും. എന്തെങ്കിലും സാധനം പഴയ മേടിച്ചിട്ട് ഇങ്ങനെ നോക്കും. പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ അടവ് അടയ്ക്കാൻ പറ്റില്ല. എന്നപ്പോൾ ആയിരിക്കും ഒരു ഇഞ്ചിന് സാറിന് വരിക. എന്നപ്പോൾ ആ ഇഞ്ചിന് മേടിക്കണമെങ്കിൽ അതിൽ എവിടുന്നും കടം മേടിച്ചിട്ടുണ്ട്. ഓടിക്കാൻ പഴയ വണ്ടി പുതിയ വണ്ടി ആകുമ്പോൾ എല്ലാത്തിനും ഓട്ടാനും ബാക്കി എല്ലാത്തിനും നല്ല. പഴയ വണ്ടി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഴയതിനെ കൊണ്ട് ഒപ്പിച്ചിട്ട് പണിയെടുത്ത് പോകാം. പുതിയ വണ്ടി ആകുമ്പോൾ അങ്ങനെ ഒപ്പിച്ചിട്ട് പണിയൊന്നും പോകില്ല. ഒക്കെ പുതിയ സാധനം മേടിച്ചിട്ട് പണിയെടുത്ത് തന്നെ പോകാം.